ഈ പുണ്യഭൂമിയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി മാറ്റിയ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് സിബി, ഇതെൻ്റെ ഹസ്ബൻഡ് ജിത്തു, ഇതെൻ്റെ മോള് ഹന്ന മേരി ജിത്തു. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ കൃപാസനത്തിൽ ആദ്യമായി വരുന്നത് 2017 കല്യാണം കഴിഞ്ഞൊരു നേർച്ചയുടെ ഭാഗമായിട്ടാണ് ഞാനിവിടെ വരുന്നത്. പക്ഷേ അന്ന് കൃപാസനത്തെ പറ്റിയോ ഉടമ്പടിയെ പറ്റിയോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം ഞാൻ 2025 മാർച്ച് 24 ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് 2019 ഡെലിവറിക്ക് ശേഷം ഒരു PV ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ നട്ടെല്ലിന് ഗ്യാപ്പ് വന്നു. L4 L5 എന്ന് പറഞ്ഞ കണ്ടീഷൻ വന്നു. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലെ നമ്മുടെ കാലുമത്തെ ഞരമ്പ് പെടുകയും അത് ടൈറ്റായി എനിക്ക് ഇരിക്കാനോ നിൽക്കാനോ കിടക്കാനോ വയ്യാത്തൊരവസ്ഥയിലാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നിരുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് 3 മാസത്തെ റെസ്റ്റൊക്കെ കഴിഞ്ഞെങ്കിലും വേദനയ്ക്കൊന്നും കുറവുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഡോക്ടറെ കാണിച്ചപ്പോഴാണ് ഇത്രയധികം L4 L5 എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടെന്ന് അറിഞ്ഞത്. അതിനുശേഷം ഞാൻ അലോപ്പതി ആയാലും ആയുർവേദ ആയാലും ക്രയോപ്രാറ്റിക് ട്രീറ്റ്മെൻറ്റ് എല്ലാം ചെയ്തിട്ടും എൻ്റെ വേദനയ്ക്കൊന്നും മാറ്റമുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ തന്നെ 2024 എനിക്കൊരു ജോലി കിട്ടി. ഞാനൊരു ഹോസ്പിറ്റലിൽ കയറി. ആ ജോലി അധികം നാൾ മുന്നോട്ട് പോവില്ല എന്ന് എനിക്കറിയായിരുന്നു. കാരണം എനിക്ക് ഒത്തിരി വേദനകളായിട്ട് ഉറക്കമില്ലാണ്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ. രാത്രിയിലൊക്കെ വാരിയിൽ കുത്തി ഇറങ്ങണ വേദനയാണ് എനിക്ക്. 2 മണിക്കൂർ കഴിഞ്ഞാൽ എൻ്റെ ഉറക്കം കഴിഞ്ഞു. പിന്നെ എനിക്ക് എണീറ്റിരിക്കണമായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ ജോലിക്ക് കയറിയതിന് ശേഷം ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു എന്നോട് കുനിയാനോ വെയിറ്റ് എടുക്കാനോ അതേപോലെ തന്നെ സ്റ്റെയർ കേസ് കയറാനോ ഒന്നും പാടില്ല. പക്ഷെ ഞാൻ ജോലിക്ക് കയറിയപ്പോൾ സ്റ്റെയർ കേസ് എല്ലാം കയറേണ്ടതായിട്ട് വന്നു. 2 മാസമായപ്പോഴേക്കും എൻ്റെ വേദന നന്നായി കൂടി തുടങ്ങിയിരുന്നു. പക്ഷേ എന്നിട്ടും എനിക്ക് ജോലി കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമായിട്ട് ഞാനതങ്ങനെ കാര്യമാക്കിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ നിന്ന് പെയിൻ കില്ലേഴ്സ് വാങ്ങിച്ച് കഴിക്കുമായിരുന്നു. പക്ഷേ പിന്നീട് എൻ്റെ അരക്കെട്ടെല്ലാം ചെരിഞ്ഞു തുടങ്ങി, കാലൊക്കെ ഇറങ്ങി തുടങ്ങിയിരുന്നു. പിന്നീട് ഞാൻ കിടപ്പിലായി. അങ്ങനെ എനിക്ക് എന്താ പറയുക, കിടന്നിട്ട് തന്നെ കാലിൻ്റെ ഒരു വിരൽ അനക്കിയ തന്നെ നിറയിൽ എനിക്ക് ആരോ ചുറ്റിക വെച്ചടിക്കണ വേദനയായിരുന്നു. 2 പേര് താങ്ങിയിട്ടായിരുന്നു എന്നെ ഒരു വാഷ്റൂമിലേക്ക് വരെ കൊണ്ടുപോകേണ്ട ഒരവസ്ഥയ്ക്ക് വരെ എത്തി. അങ്ങനെ ഞാൻ തൃശ്ശൂർ ചാലക്കുടിയിലെ സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിൽ കയറി. അവിടെ ഞാൻ വിചാരിച്ചു സ്പൈനലിന് സർജറിയാണ്. അപ്പോൾ സാർ പറഞ്ഞു തൽക്കാലം സ്പൈനൽ സർജറി വേണ്ട, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്തു. അതിന് മുന്നേ തന്നെ ഞാൻ മാതാവായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. കൃപാസന അമ്മോട് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ഈ വേദന വന്ന് കൂടിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു അമ്മോട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാം. പക്ഷേ എന്താണെന്നൊന്നും എനിക്കറിയില്ല, ആരെന്നെ കൊണ്ടുപോകുമെന്നും എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഈ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ തെറാപ്പിസ്റ്റായിട്ടൊരു കുട്ടിയുടെ കുട്ടിയുടെ കഴുത്തിൽ ഞാൻ ലോക്കറ്റ് കണ്ടു കൃപാസന അമ്മയുടെ. അതും എനിക്കൊരു എന്താ പറയുക, ഒരു ആശ്വാസമായിരുന്നു കണ്ടപ്പോൾ. അങ്ങനെ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് ഞാൻ 3 മാസം ബെഡ് റെസ്റ്റ് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ബെഡ് റെസ്റ്റിലിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഇരിക്കാനൊന്നും പാടില്ലായിരുന്നു. വേദനകളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ കൊന്ത ഉണ്ടായിരുന്നു. ആ കൊന്ത കാണാതായി. അങ്ങനെ എൻ്റെ ഫാമിലി ഫ്രണ്ടായിട്ടുള്ള ചേച്ചി എന്നെ കാണാൻ വരികയും ഒരു പുതിയ കൊന്ത കൃപാസനത്തിൻ്റെ തന്നെ എനിക്ക് കൊണ്ടുവന്ന് തരികയും ചെയ്തു. ആ ചേച്ചിയാണ് എനിക്ക് കൃപാസനത്തെ പറ്റിയും ഉടമ്പടിയെ പറ്റിയും എല്ലാം കൂടുതൽ പറഞ്ഞു തന്നത്. അങ്ങനെ ഞാൻ 1 മാസം ഉടമ്പടി എടുക്കാനായിട്ട് ഒരുങ്ങി. അങ്ങനെ 1 മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉടമ്പടിക്ക് വന്നു. ഇവിടെ ബസ്സിലാണ് ഞാൻ വന്നത്. ബ്രദറിൻ്റെ ഒപ്പമാണ് ഞാൻ വന്നത്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഇത്രയും ദൂരം കയറിയപ്പോൾ തന്നെ എനിക്ക് മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ മണം കിട്ടി. അതിവിടെ എത്തണ വരെ 10 മിനിറ്റ് മുന്നേ വരെ എനിക്ക് കിട്ടിയിരുന്നു. അതിനുശേഷം കൃപാസനത്തിൻ്റെ അകത്ത് കയറിയപ്പോഴും എനിക്ക് മുല്ലപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടി, ക്ലാസ്സിലും കിട്ടി. കാരണം അന്നേരമൊക്കെ ഞാൻ വേദന കൊണ്ടാണ് ഞാൻ എൻ്റെ ഉടമ്പടി എന്നാലും എൻ്റെ മാതാവ് എന്നെക്കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിച്ചു. അതിനുശേഷം ഞാൻ വീട്ടിൽ പോയി പ്രാർത്ഥന തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഒരു ദിവസം ഞാൻ ജോസഫ് അച്ഛനെ സ്വപ്നം കണ്ടു. അപ്പോൾ ജോസഫ് അച്ഛനെ സ്വപ്നം കണ്ടതും അച്ഛൻ ഒരു കടലാസിൽ എന്തോ ഒരു മെസ്സേജ് എനിക്ക് പാസ് ചെയ്യണതായിട്ടാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. അതെന്താണെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു റിലേറ്റീവായിട്ട് സംസാരിക്കലുണ്ടായിരുന്നില്ല. കാരണം ദേഷ്യമൊന്നുമല്ല, ഭയങ്കര വിഷമം. എപ്പോഴും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാരണം വിഷമത്തിലായിരുന്നു. അപ്പോൾ എനിക്കറിയാം ഉടമ്പടി എടുക്കണ
വന്നു കഴിഞ്ഞാൽ എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ പോകണം, നല്ല രീതിയിൽ പിണക്കങ്ങളൊന്നും മാറ്റില്ല. അപ്പോൾ എനിക്കറിയാം ഒരു മാനുഷിക ചിന്തയിൽ ചിന്തിച്ച ആ വ്യക്തിയോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഉടമ്പടിയിലായി കഴിഞ്ഞാൽ എനിക്കറിയാം എൻ്റെ ഈശോയ്ക്കും മാതാവിനും വേണ്ടി എനിക്കത് ചെയ്യാൻ സാധിക്കുന്നു. പക്ഷേ എപ്പോൾ എന്നുള്ളത് അറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ്റെ സ്വപ്നത്തിൽ എനിക്ക് തോന്നി ഇതായിരിക്കും തോന്നിയിട്ട് ഞാൻ അന്ന് തന്നെ ഈ വ്യക്തിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. 10 മിനിറ്റ് സംഭാഷണം എല്ലാ പിണക്കങ്ങളും മാറി. അന്ന് രാത്രി ഞാൻ വീണ്ടും ജോസഫ് അച്ഛനെ സ്വപ്നം കണ്ടു. അച്ഛൻ രാത്രി ഞാൻ വേദന കൊണ്ട് കിടക്കയിൽ കിടക്കുന്ന സമയത്ത് അച്ഛൻ കോളിമ്പല്ലടിച്ചു, വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നതിന് ശേഷം അച്ഛൻ്റെ തള്ളവിരൽ കൊണ്ട് എൻ്റെ നടുവിൻ്റെ ഗ്യാപ്പിൽ തള്ളവിരൽ നരമ്പ് പിടിച്ച് പുറത്തേക്ക് വലിക്കുന്നതാണ് സ്വപ്നത്തിലുണ്ട്. ഒരു വട്ടം അച്ഛൻ വലിച്ചു, രണ്ടാമത്തെ വട്ടവും അച്ഛൻ വലിച്ചു, മൂന്നാമത്തേൽ എൻ്റെ നടുവിലെ ഗ്യാപ്പിൽ കുടുങ്ങി കിടക്കുന്ന നരമ്പ് പുറത്തേക്ക് വരുന്നതാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. അതിനുശേഷം ഇന്ന് വരെ ആ വേദന എനിക്ക് ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വേദനയ്ക്ക് എനിക്ക് സൗഖ്യം കിട്ടി. അതിൻ്റെ അടുത്ത വേദന എന്ന് പറയുന്നത് എൻ്റെ കാലുമ്മയ്ക്ക് 3rd സ്റ്റേജാണ് നടുവേദനയുടെ, സയാട്ടിക്ക എന്ന് പറയും. ആ വേദന എനിക്ക് ഒന്ന് നടന്ന് 10 മിനിറ്റ് ആകുമ്പോഴേക്കും കാലിൽ മൊത്തം പാദത്തിൽ നീര് വരും, എനിക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ പക്ഷേ എനിക്കൊരു ആഗ്രഹമായിരുന്നു ജപമാല റാലിക്ക് പങ്കെടുക്കണമെന്ന്. അന്ന് ഞാൻ താമസിച്ചിരുന്നത് കൽപ്പറ്റയിലായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് വെറുതെ ചോദിച്ചിരുന്നു, എന്നെ തൃശ്ശൂർക്ക് എങ്ങനെയെങ്കിലും ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സുഖമായിട്ട് ജപമാല റാലിക്ക് വരായിരുന്നു. കാരണം എൻ്റെ മോളെ എൻ്റെ അമ്മേനെ ഏൽപ്പിക്കായിരുന്നു. കാരണം എൻ്റെ കണ്ടീഷൻ ഇങ്ങനെയാണെന്ന് അറിയണ കാരണം കൊണ്ട് എനിക്ക് എന്നെ നോക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്തു. എനിക്ക് തൃശ്ശൂർ തന്നെ ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അത് കഴിഞ്ഞ് ഞാൻ ജപമാല റാലിക്ക് വരുമ്പോൾ തന്നെ വേദന കൊണ്ട് പലവട്ടം ഞാൻ ഇരിക്കേണ്ട അവസ്ഥ വന്നു. ഇടയിലിടയിൽ ഇരുന്നു, വേദന നന്നായി തുടങ്ങി. അപ്പോൾ റാലി ഇങ്ങനെ പോകുന്നുണ്ട്, പക്ഷെ ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ ഉച്ച സമയത്തായാലും കടൽ തീരത്തോടെ നടന്നിരുന്നേ. ആ മണലിൻ്റെ ചൂടേൽക്കുമ്പോൾ എൻ്റെ കാലിൻ്റെ പാദത്തിലേക്ക് നീരിനെല്ലാം സുഖം കിട്ടിയിരുന്നു. പക്ഷേ വേദന കൊണ്ട് ഞാൻ കിലോമീറ്ററോളം നടക്കുന്നുണ്ടെങ്കിലും ആ സമയത്ത് ഞാൻ സ്ക്രീനിൽ എന്ന പോലെ ഒരു ടി വിയിൽ കാണുന്ന പോലെ ഞാൻ കർത്താവിൻ്റെ എൻ്റെ ഈശോയുടെ ക്രൂശിത രൂപം ഇങ്ങനെ സ്ക്രീനിൽ കാണുമായിരുന്നു. അത് കാണുമ്പോൾ എനിക്ക് തോന്നി കർത്താവിൻ്റെ സഹനം വെച്ച് നോക്കുമ്പോൾ എൻ്റെ സഹനങ്ങൾ ഒന്നുമല്ല. അപ്പോൾ തന്നെ എൻ്റെ കാലിൻ്റെ വേഗത കൂടി. അങ്ങനെ ഞാൻ ജപമാല റാലി പൂർത്തീകരിച്ചു. അന്ന് രാത്രി ഞാൻ സ്വപ്നത്തിൽ എൻ്റെ മാതാവും എൻ്റെ ഈശോയും എൻ്റെ അടുത്ത് വന്നു. ഞാൻ കിടക്കുന്ന സമയത്ത് മാതാവ് നല്ല വെളിച്ചം, നല്ല പ്രകാശമായിരുന്നു. പ്രകാശത്തിൽ എൻ്റെ അമ്മ മാതാവും എൻ്റെ ഈശോയും എൻ്റെ അടുത്ത് വന്നു. അതിനുശേഷം വീണ്ടും ഞാൻ പുതുക്കി കഴിഞ്ഞിട്ട് അച്ഛനെ കാണാൻ വന്നു. അച്ഛൻ എന്നെ കണ്ട് സൈത്ത് പൂശി പ്രാർത്ഥിച്ചു, ലോക്കറ്റും തന്നു. അതിനുശേഷം നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചു വരുന്നു. പിന്നെ മെല്ലെ 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 ഞാൻ എൻ്റെ എല്ലാ പണികളും ഡോക്ടേഴ്സ് എന്തെല്ലാം ജോലികൾ എന്നോട് ചെയ്യണ്ടെന്ന് പറഞ്ഞോ അതെല്ലാം ചെയ്യാനുള്ള ഒരു ആത്മധൈര്യം എനിക്ക് കിട്ടി. ഇത്രയും സൗഖ്യം തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി. ഇതാണ് എൻ്റെ ആദ്യത്തെ നിയോഗം. രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിന് ഒരു ജോലി നല്ലത് വേണമെന്നായിരുന്നു. അതായത് ഈ ആൾ ജോലി ചെയ്ത് തുടങ്ങിടത്ത് എല്ലാ ദിവസവും ജോലി ഉണ്ടായിരുന്നു. സൺഡേസിലും ഒക്കെ ജോലിയാണ്, ദുഃഖവെള്ളിയാഴ്ചയും ഈസ്റ്ററിലും ഒക്കെ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാനസികമായിട്ട് ആളെയും ബുദ്ധിമുട്ടിച്ചേർന്നു. ഞങ്ങൾ സൺഡേസിൽ 1 മണിക്കൂർ കുർബാന മുടങ്ങാണ്ട് കൂടെങ്കിലും ആൾക്ക് അതിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കുർബാനയിൽ. അപ്പം ഞാനിത് നിയോഗം വെച്ച് ആളെ ആദ്യത്തെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഞാൻ ആളെയും ഹസ്ബൻഡിനെയും കൃപാസനത്തേക്ക് കൂട്ടിയിരുന്നു. അങ്ങനെ കൂട്ടി എന്തോ 1 മാസം 2 മാസം ആകുമ്പോഴേക്കും കുറേ ബോധ്യങ്ങൾ വന്നു. ആൾക്ക് കുറച്ചുകൂടി ഇത് വിശ്വാസമായി. 3 മാസം ആകുമ്പോഴേക്കും എനിക്ക് തൃശ്ശൂർ തന്നെ ഷിഫ്റ്റ് ചെയ്യേണ്ട വന്നു. ഷിഫ്റ്റ് ചെയ്തു ഞങ്ങൾ. അവിടെ ഇപ്പോൾ നല്ലൊരു ജോലിയിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. സൺഡേസ് എല്ലാം ഓഫാണ്, ബാക്കിയുള്ള ദിവസങ്ങളും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോണു. അങ്ങനെ ഈ ഒരു നിയോഗം കൂടി സാധിച്ചെന്ന അമ്മയ്ക്ക് നന്ദി പറയുന്നു. മൂന്നാമത്തെ എൻ്റെ നിയോഗം എന്ന് പറയുന്നത്, ഇപ്പോൾ ഹസ്ബൻഡ് മുന്നേ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്തു നിന്ന് സാലറി ബേസിൽ കുറച്ച് പൈസ കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ അതവർ തന്നേർന്നില്ല. അപ്പോൾ അത് ഞാൻ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. ആൾക്ക് ചോദിക്കാനും ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ നിയോഗം വെച്ച് എനിക്ക് നീലത്തിരിയിൽ 7 എന്നുള്ള നമ്പർ മാതാവ് കാണിച്ചു തന്നു. അങ്ങനെ ഒരു മെയ് 7-ാം തീയതി ഹസ്ബൻഡ് തന്നെ ഞാൻ ചോദിക്കാം എന്നുള്ള രീതിയിൽ വരികയും ചോദിച്ച് ആ മാസം തന്നെ ഒരു ഫുൾ എമൗണ്ട്, ഒരു 6 ലക്ഷത്തോളം രൂപ നമുക്ക് കിട്ടുകയും ചെയ്തു. അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി. അടുത്ത എൻ്റെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ മോളുടെ ആയിരുന്നു.
മോൾക്ക് ചെറുതിലേ തൊട്ട് ഇങ്ങനെ ടോൺസിലൈറ്റീസും ഇടയ്ക്കിടയ്ക്ക് പനികളും വരുമായിരുന്നു. അപ്പോൾ അത് കുറേ നമ്മൾ വയനാട്ടിലായിരുന്നു അന്നേരം. അപ്പോൾ നമുക്ക് വിചാരിച്ചു ക്ലൈമറ്റിൻ്റെ ആണ്. പക്ഷേ ആഴ്ചയിലും ഈ വയ്യായ വന്നു, കണ്ടുപിടിക്കണില്ല, എപ്പോഴും ടോൺസിലൈറ്റീസ് ആയിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു ദിവസം നല്ല പനി വരികയും ആൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അഡിനോയിഡ് ഗ്രേഡ് 3 ആണ് കണ്ടുപിടിച്ചത്. ഞാൻ ആ സമയത്ത് ഇവിടെ വന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് മോൾക്ക് വാങ്ങിച്ചു, ലോക്കറ്റൊക്കെ തന്നു. അപ്പോൾ മൂക്ക് വേദനയും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു മോള്. അതിനുശേഷം ഇന്ന് വരെ മോൾക്ക് വേദനകളോ അതിൻ്റെ ബുദ്ധിമുട്ടുകളോ ടോൺസിലൈറ്റിസോ ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അമ്മയുടെ പ്രസൻസ് മെഴുതിരിയിൽ ഹാർട്ടായിട്ടും സുഗന്ധാഭിഷേകങ്ങളുമായിട്ടും സ്വപ്നദർശനം സെപ്റ്റംബർ 8 വരെ അമ്മ എന്നെ സ്വപ്നത്തിൽ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത്രയേറെ അനുഗ്രഹം തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി. ഇനിയും ഞാൻ തുടർന്ന് ഉടമ്പടിയിൽ എന്നെ മുന്നോട്ട് പോവും. ഈശോയ്ക്ക് നന്ദി. ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്യുന്നത് പത്രം ഓട്ടോ സ്റ്റാൻഡിലും പള്ളികളിലും അതേപോലെ തന്നെ ഇങ്ങനെ ടൗണുകളിലൊക്കെ ആയിട്ട് ഞാൻ വിതരണം ചെയ്യാറുണ്ട്. കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതിച്ചോറ് എല്ലാ മാസം ഞാൻ കൊടുക്കാറുണ്ട്. ഡ്രസ്സുകൾ കൊടുക്കും. പിന്നെ നേർച്ച വസ്തുക്കൾ ആവശ്യമുള്ളവർക്ക് നേർച്ച വസ്തുക്കൾ വാങ്ങിച്ചു കൊടുക്കും. പല രോഗികളെ കണ്ട് നേർച്ച വസ്തുക്കൾ പ്രാർത്ഥിച്ച് തൈലം പുരട്ടിയതിൻ്റെ ഫലമായിട്ട് അവർക്കെല്ലാം സൗഖ്യം ലഭിച്ചിട്ടുണ്ട്. മെയിൻ ഞാൻ ചെയ്യാൻ മാതാവിനെ പറ്റിയിട്ട് കൂടുതൽ ഞാൻ മറ്റുള്ളവരോട് പറയുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. ഇത്രയേറെ അനുഗ്രഹം തന്ന ഒരിക്കൽ കൂടി ഇത്രയേറെ അനുഗ്രഹം തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി. സങ്കീർത്തനങ്ങൾ 139 1 മുതലുള്ള വാക്യങ്ങൾ. കർത്താവേ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് സിബി ജിത്തു തൃശ്ശൂർ തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. തനിക്ക് തൻ്റെ ജീവിതം സംബന്ധിച്ച നടുവുവേദനയും അതേ തുടർന്ന് കാലിലേക്ക് ഇറങ്ങുന്ന വേദനയും അത് ഒത്തിരിയേറെ വേദനയോടെയാണ് കടന്നുപോവുകയൊക്കെ ചെയ്തത്. അതേ തുടർന്നാണെങ്കിൽ 3 മാസത്തോളം ബെഡ് റെസ്റ്റ് എടുക്കുമ്പോൾ തന്നെയാണ് പൂർണ്ണമായിട്ടും ഉടമ്പടിയെക്കുറിച്ചറിയുവാനും ഉടമ്പടിയിൽ ചേർന്നുകൊണ്ട് തൻ്റെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുവാനും ഇടവരുവാനുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ 3 മാസത്തെ റെസ്റ്റിനും ശേഷമെല്ലാം ഇവിടെ വന്നുകൊണ്ട്, കാരണം ഇവിടെ വരുമ്പോൾ തന്നെ പരിശുദ്ധ അമ്മയുടെ ഒരു സംരക്ഷണയിലാണ് ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. കാരണം സുഗന്ധാഭിഷേകം ലഭിക്കുകയും ഇവിടെ വന്നത് മുതൽ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണയിൽ തൻ്റെ വേദനകൾ പരിശുദ്ധമ്മ മാറ്റിത്തരുന്നുള്ള ഒരു ഉറച്ച വിശ്വാസമാണ് ലഭിക്കുക ചെയ്യുന്നത്. തുടർന്ന് ജപമാല റാലിയിൽ പങ്കെടുക്കുമ്പോഴും മുമ്പോട്ട് പോകുമ്പോഴും പരിശുദ്ധമ്മ അതൊരു വലിയ രോഗസൗഖ്യമാക്കി നൽകുകയും ചെയ്യുന്നുണ്ട്. കാരണം ആ കടന്നുപോയ ബുദ്ധിമുട്ടും വേദനകളെന്ന് പറയുന്നത് നടുവിൻ്റെ വേദന ഒന്ന് മാറുമ്പോൾ കാലിലേക്ക് വേദന ഇറങ്ങുന്ന വലിയൊരു ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. പരിശുദ്ധമ്മയോട് ചേർന്ന് നിന്നതിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായിട്ടും സിബി ജിത്തുവിന് ഒരു നടുവേദനയുടെയും കാലിൻ്റെ വേദനയും അത് പൂർണ്ണമായിട്ടൊരു രോഗസൗഖ്യം നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കുകയും ചെയ്തു. അതേ തുടർന്നാണെങ്കിലും ഹസ്ബൻഡിൻ്റെ ജോലി സംബന്ധമായ അത് നല്ലൊരു ജോലി നൽകി അനുഗ്രഹിക്കുകയും അതുപോലെ തന്നെ പഴയ ജോലി സ്ഥലത്ത് നിന്ന് കിട്ടുവാനുള്ള സാലറി സംബന്ധമായ കാര്യങ്ങൾ അത് പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് യാതൊരു വിധമായ തടസ്സങ്ങളും കൂടാതെ കണ്ട് ഇവർക്ക് ലഭിക്കുകയുണ്ടായി. പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സംരക്ഷണ കൂടിയാണ് ഈ കുടുംബം മുമ്പോട്ട് പോവുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെയാണെങ്കിലും ഇവിടെ മകൾക്ക് ഉണ്ടായിരുന്ന അഡിനോയിഡ് സംബന്ധമായിട്ടുള്ളതും അതോടൊപ്പം തന്നെ തോട്ട് സംബന്ധമായ അസുഖങ്ങളുണ്ടായിരുന്നത് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് പലപ്പോഴും പലവിധ മരുന്നുകളൊക്കെ ഉപയോഗിച്ച് കടന്നു പോയെങ്കിലും പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ഉടമ്പടി നേർച്ച വസ്തുക്കളോട് ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ഈ കുഞ്ഞുമകൾക്ക് പൂർണ്ണമായിട്ടും രോഗസൗഖ്യം നൽകിയത്. ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നത് പരിശുദ്ധ അമ്മയുടെ പൂർണ്ണമായൊരു സംരക്ഷണയുടെ കീഴിലാണ് ഈ കുടുംബം മുമ്പോട്ട് പോകുന്നത്. ഇനിയും മുമ്പോട്ടുള്ളവരുടെ യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഈ കുടുംബത്തെ ഉയർത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് മാറ്റട്ടെ എന്ന് നമുക്കും എൽത്താനക്ക് മുമ്പിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.